ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിലും തീരുമാനം ഇതുവരായിട്ടില്ല. പിന്നെ അങ്ങനെ എം പിമാരുടെ കാര്യം ഇപ്പോൾ പറയുന്നത് അല്ല, ഞങ്ങളിത് കൃത്യമായിട്ട് ബത്തേരിയിൽ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ വളരെ വിശദമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് വിജയ സാധ്യത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമായിരിക്കും. അതിൽ എം പിമാരുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആരുണ്ട് ആരില്ല എന്നൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കൃത്യമായിട്ട് ലിസ്റ്റ് വരുമ്പോൾ മനസ്സിലാവുമല്ലോ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഉണ്ടാവില്ല, ആര് വരും ആര് വരില്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്, CEC ആണ്. എനിക്ക് പറയാൻ അധികാരമില്ല, ഇവിടെ ആർക്കും പറയാൻ അധികാരമില്ല. ഇപ്പം പാർട്ടി തീരുമാനിക്കുന്ന ഫൈനൽ തീരുമാനമായിരിക്കും അന്തിമമാണ്. ഈ അടൂർ പ്രകാശ് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല, അടൂർ പ്രകാശിനോട് ആരും ചോദിച്ചിട്ടില്ല. അതിലാണ് അടൂർ പ്രകാശ് എന്നോട് പറഞ്ഞത്. വിശദീകരണം പാർട്ടി ചോദിച്ചിരുന്നോ? ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആരന്വേഷിച്ചാലും സത്യമായ കാര്യങ്ങൾ പുറത്തു വരണം. ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് അല്പസ്വല്പം വിശ്വസിക്കുന്നത് തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു, കേസ് തന്നെ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ കോടതിയുടെ വീക്ഷണത്തിലുള്ള അന്വേഷണമായിരിക്കണം എല്ലാത്തിലും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിഷ്കർഷം. മറ്റൊരു കാര്യം, മലയാള ഭാഷ പിൻവലിക്കണം എന്നാവശ്യമായിട്ട് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി രംഗത്ത്, പ്രത്യേകിച്ചും കാസർഗോഡ് ഭാഷാ ന്യൂനപക്ഷങ്ങളെ അടക്കം ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ബില്ലാണെന്ന് പറയുന്നത്. പിൻവലിക്കണം. ACC നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഇന്ന് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട്. മലയാളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, കന്നഡയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇത് തന്നെയാണ് AICCയുടെ നിലപാട്. അക്കാര്യത്തിൽ ഭാഷയുടെ പേരിൽ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതിനോട് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നില്ല. അതിപ്പം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നപ്പോഴും ഞങ്ങളുടെ നിലപാട് അത് തന്നെയായിരുന്നു. അക്കാര്യത്തിൽ ഭാഷ അടിച്ചേൽപ്പിക്കേണ്ടതല്ല, ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഭാഷാ ബിൽ പിൻവലിക്കണമെന്ന സിദ്ധരാമയ്യയുടെ നിലപാട് ശരിയെന്നാണ്? അല്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. ഭാഷ ബിൽ ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. ഭാഷയെന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായി. ഇപ്പോൾ കന്നഡ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കന്നഡ സംസാരിക്കട്ടെ, മലയാളം സംസാരിക്കാൻ താല്പര്യമുള്ളവർ മലയാളം സംസാരിക്കും. മലയാളത്തിൻ്റെ മലയാള ഭാഷ എല്ലായിടത്തും സർവ്വവ്യാപിയാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങളെല്ലാം ഭാഗവാക്കാണ്. നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അത് കൂടുതൽ വ്യാപിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം.